മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് മഴത്തുള്ളികൾ പോലെ പെയ്തിറങ്ങുന്ന സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്കെല്ലാവർക്കും സ്വാഗതം. എപ്പീഷ്യ പ്ലാന്റ് അഥവാ ഫ്ലൈം വയലറ്റ്, ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങും നടീൽ രീതിയും ഒക്കെയാണ് നമ്മൾ ഇന്ന് വിവരിക്കാൻ പോകുന്നത്. എപ്പീഷ്യ പ്ലാന്റ് ഗാർഡന് മനോഹരമാക്കുന്ന ഒരു പ്ലാന്റാണ്. ഒരുപാട് വെറൈറ്റീസുകളുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് എപ്പീഷ്യ അഥവാ ഫ്ലൈം വയലറ്റ്. ഇലകളുടെ ഭംഗിയും അതുപോലെ തന്നെ ഇടയിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കളും ഈ ചെടിയെ ഗാർഡനിൽ മികവുറ്റതാക്കി മാറ്റുന്നുണ്ട്. കൂടുതൽ വെള്ളവും വെളിച്ചവും ഒന്നുമില്ലാത്ത ഭാഗത്തും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്ന ഒരു ചെടി കൂടിയാണ് ഫ്ലൈം വയലറ്റ്. ഗ്രീൻ ലീഫുകളുള്ള ഫ്ലൈം വയലറ്റ് ചെടിയാണിത്. ഇതിൽ തന്നെ 3 വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ നല്ല റെഡ് പൂക്കളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇലകളിലെ ഓരോ ഭാഗത്തും വൈറ്റ് കളർ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇലയുടെ രീതി. ചെടിയുടെ ആരോഗ്യത്തിനനുസരിച്ചാണ് ഈ ഒരു ചെടിയുടെ ഇലകൾ വളർന്ന് വരുന്നത്. എത്ര ഹെൽത്തി ആയ പ്ലാന്റ് ആണോ അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ലീഫുകളുടെ കട്ടിയും അതുപോലെ തന്നെ വലിപ്പവും ഒക്കെ. ഈ ഒരു ചെടിയുടെ ലീഫുകൾക്ക് വളരെ പ്രത്യേകതയുള്ളൊരു ഡിസൈനാണ്. ഈ അഗ്രഭാഗത്തൊക്കെ നല്ല ഭംഗിയോടെയാണ് അവ നിൽക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ തൈകൾ കാണുന്നത്. ഇങ്ങനെ താഴേക്ക് വളർന്നു വരുന്ന ഭാഗം നമ്മൾ പൊട്ടിച്ചെടുത്ത് നമുക്ക് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും ചേർത്ത മിശ്രിതത്തിലേക്ക് നട്ടു കൊടുക്കാം. മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ ചേർത്ത മിശ്രിതമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഇതുപോലെ താഴേക്ക് വളർന്ന ഈ ഒരു കമ്പ് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്ത ഈ ഒരു തൈയിൻ്റെ അടിഭാഗം നമുക്ക് ചെറിയ ലീഫുകളൊക്കെ പൊട്ടിച്ചെടുത്ത് ആ ഒരു അഗ്രഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് നട്ടുകൊടുക്കാം. ഒരു പോട്ടിൽ തന്നെ നമുക്ക് ഒരു 2-3 കമ്പൊക്കെ നട്ടുകൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ചെടി പെട്ടെന്ന് ബുഷിയായിട്ട് വളരും. ഇതുപോലെ നട്ട ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. വളരെ ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഏകദേശം 1 മാസം ആയിട്ടുള്ളൂ ഈ ഒരു ചെടി നട്ടിട്ട്. നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്ലൈം വയലറ്റിന് വളമായിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ചെയ്യാം. ശക്തിയേറിയ രാസവളങ്ങളൊന്നും നമ്മൾ ഫ്ലൈം വയലറ്റിന് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് തന്നെ ചെടി ചീഞ്ഞു പോകാനാണ് സാധ്യത. ഒരിക്കലും ഫ്ലൈം വയലറ്റ് നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പാടില്ല. വലിയ രീതിയിൽ വെയിലടിക്കാത്ത സൂര്യപ്രകാശം തട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യാൻ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ ചെടി ചീഞ്ഞു പോവും. മണ്ണ് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ഫിക്സഡ് കാലാവധിയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന തൈകൾ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഏകദേശം ഒരു പ്രായം കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു ക്ഷീണം ബാധിക്കുകയും ഉണക്കം അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നട്ടുകൊടുത്ത് നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതിരുന്നാൽ ഈ ഒരു ചെടിയുടെ ഭംഗിയൊക്കെ പോകും. അതുകൊണ്ട് തന്നെ ഒരു ചെടിക്ക് പ്രായമായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ പുതിയ തൈ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഹാങ്ങിങ് പോട്ടിലല്ലാതെയും നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാം. പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഏത് രീതിയിലും വളർത്തിയെടുക്കാൻ പറ്റിയ ചെടി തന്നെയാണ് ഫ്ലൈം വയലറ്റ്. ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരു ലൈനിൽ നമ്മൾ ഫ്ലൈം വയലറ്റിൻ്റെ ഒരു കളറും നെക്സ്റ്റ് ലൈനിൽ മറ്റൊരു കളറും ഒക്കെ ആയി വളരെ മനോഹരമാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ ഒരു ചെടി. ഫ്ലവറോട് കൂടിയ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ് ഈ ഒരു ഫ്ലൈം വയലറ്റ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ചെടി മതിലിലൊക്കെ വല്ലാതെ അങ്ങനെ അള്ളിപ്പിടിച്ച് വളരുന്ന ചെടിയാണ്. അങ്ങനെ ആവുമ്പോൾ മതിൽക്കെട്ടന്നെ മറഞ്ഞ് നല്ല ഫ്ലവറായിട്ട് നല്ല ഭംഗിയോടെ വളർന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. കൂടുതൽ അസുഖങ്ങളൊന്നും വരാത്ത ചെടിയാണ് ഫ്ലൈം വയലറ്റ്.
പ്രാണികൾ ഉപദ്രവിക്കുന്ന അങ്ങനെയുള്ളൊരു കീടബാധ ശല്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഈ ഒരു ചെടി നിൽക്കുന്നത്. വെയിൽ ഓവറായാൽ മാത്രമാണ് ഇലകൾക്ക് കരിച്ചിലുണ്ടാവുക. അതുപോലെ വെള്ളം ഓവറായാൽ ചെടി നശിച്ചു പോകും. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയായ വളരെ നല്ലൊരു പ്ലാന്റാണ് എപ്പീഷ്യ അഥവാ നമ്മുടെ ഫ്ലൈൻ വയലറ്റ്. ഇനി അതിൽ നിന്ന് വ്യത്യാസമായ ഒരു ചെടിയാണ് കേട്ടോ ഇതും ഗ്രീൻ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പൂക്കൾ റെഡ് കളറാണ്. എന്നാൽ ഇലകളിൽ ആദ്യം കണ്ട ചെടിയേക്കാളും വൈറ്റ് കളറ് കൂടുതൽ സ്പ്രെഡായി കിടക്കുന്നത് കാണാം. ഇതിൻ്റെ ഇലകൾക്ക് കുറച്ച് കട്ടി കുറവുള്ള ഒരു ടൈപ്പ് ഇലയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ എല്ലാ ചെടിയിലും നന്നായി ഫ്ലവർ ഉണ്ടാവുമെന്നുള്ളതാണ് പ്രത്യേകത. പൂക്കളുടെ വ്യത്യാസങ്ങളും അതുപോലെ ഇലയിലെ ഡിസൈനിലെ വ്യത്യാസവും മാത്രമാണ് ഈ ചെടികളിൽ കൂടുതൽ നമുക്ക് കാണുന്നത്. പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പം പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഫ്ലൈൻ വയലറ്റ്. പിന്നീട് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ട. അത് നട്ട് കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഭംഗിയോടെ പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ. അങ്ങനെ ഫ്ലൈൻ വയലറ്റിനെ കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഞാനിടുന്ന പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് മുഖേന മെസ്സേജ് അയക്കുക. കോള് അടിക്കുമ്പോൾ നമ്മൾ കോള് സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരിക. ഒരിക്കലും നമ്മൾ അത് വീട്ടിൽ കൊണ്ടു തരുന്ന രീതിയിലല്ല. DTDC കൊറിയർ സർവീസ് ഓഫീസിൽ പ്ലാന്റുകൾ എത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയിട്ട് പ്ലാന്റ് സ്വീകരിക്കണം. എന്തായാലും ഇതുവരെ എന്നെ സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം.